ഹലോ ഗൈസ്, ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണ് കേട്ടോ നമ്മളിന്ന് ഇവിടെ പ്രിപ്പറേഷൻ കാണിക്കാൻ പോകുന്നത്. നല്ല കുത്തരിച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെമി ഗ്രേവി ടൈപ്പ് ബീഫ് ഫ്രൈ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി തന്നെ നന്നായിട്ട് ഇത് ബീഫ് കഴുകി കുക്കറിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ എടുത്ത് വയ്ക്കുക. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ മൂപ്പിച്ചതും മഞ്ഞൾപ്പൊടി മൂപ്പിക്കാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് വെളിച്ചെണ്ണ, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. ഇവയെല്ലാം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം കുക്കറിൽ നമുക്ക് വിസിൽ വരുത്താം. 4 വിസിലാണ് കേട്ടോ ഞാനിപ്പോൾ ആദ്യം വരുത്തുന്നത്. നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇനിയും വരുത്താം. അപ്പോൾ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു, കണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കായും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂർക്കുണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കൂർക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പച്ചക്കായാണ് യൂസ് ചെയ്യുന്നത്. പച്ചക്കായ ഇട്ട് ഒരു വിസിൽ കൂടി നമുക്ക് വരുത്താം. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചട്ടിയുടെ കളർ കണ്ട് ആരും ഒന്നും ഓർക്കണ്ട, നേരത്തെ നമ്മൾ മസാലകൾ എടുത്ത ചട്ടിയാണ് കേട്ടോ ആ കളറ്. ഇനി നമുക്ക് ആവശ്യത്തിന് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റി കൊടുക്കുക. ഉപ്പിട്ട് വഴറ്റുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കുറച്ചധികം സമയം നമ്മൾ വഴറ്റി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം വഴന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പൊടികൾ നമ്മൾ രണ്ടായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുത്തു, ബാക്കിയുള്ള പൊടി ഈ സമയത്താണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. മല്ലിപ്പൊടിക്കാണല്ലോ മൂപ്പ് കൂടുതലുള്ളത്. അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടി ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ മുളക് പൊടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഗരം മസാല എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സോട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ച് ആയിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളി നമ്മൾ നേരത്തെ അരിഞ്ഞു വയ്ക്കാൻ മറന്നുകൊണ്ട് പെട്ടെന്നൊരു തക്കാളി കുരുവിന അരിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്തു. തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തക്കാളി ആഡ് ചെയ്തിട്ട് ഇനി നമ്മുടെ ബീഫ് കൂട്ടപ്പന നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടായിട്ട് ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞാൽ ചിലവർ ഈ ബീഫ് വേവിച്ച ആ ഒരു വെള്ളം, ആ ഗ്രേവി ആദ്യം ഒഴിച്ച് സവാളയിലൊന്ന് സോട്ട് ചെയ്തിട്ട് ബീഫും പച്ചക്കായും ഇടുന്നവരുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ ചെയ്തില്ല, ഡയറക്റ്റായിട്ട് എല്ലാം കൂടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് സോട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം നല്ലൊരു മൂടി കൊണ്ട് അടച്ച് വെച്ച് വേവിക്കുക. ഓക്കെ, അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ആ ബീഫിലേക്ക് പിടിച്ചോളും. ഉണ്ടോ, നമ്മുടെ ബീഫ് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഓക്കെ, അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ടൈം ആയിട്ടുണ്ട്, കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് ഇത് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെമി ഗ്രേവി ടൈപ്പോ ഗ്രേവി ടൈപ്പോ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആക്കി കൊടുക്കാം. ഞങ്ങളിവിടെ സെമി ഗ്രേവി ടൈപ്പാണ് കേട്ടോ ആക്കി കൊടുത്തത്. കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പത്തിരി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടം ഏതാണോ അതിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എനിക്ക് പുട്ടിൻ്റെ കൂടെയൊക്കെ ബീഫ് ഫ്രൈ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം. സാധാ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബീഫ് ഫ്രൈ തന്നെയാണ്. പലരും പല രീതിയിൽ ചെയ്യും. ചിലർ തേങ്ങാപ്പാൽ ഒഴിച്ച് ചെയ്യും. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്